അധ്യായം 4 സമുദായ സേവനം തുടർച്ച. തിരുവനന്തപുരം മുതലായ തെക്കൻ താലൂക്കുകളിലെ ഈഴവർക്കും വടക്കൻ താലൂക്കുകളിലെ ഈഴവർക്കും പള്ളിക്കൂട പ്രവേശനം, ഗവൺമെൻറ് സർവീസിൽ പ്രവേശനം, ഈ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ മിക്കവാറും ഒന്നുപോലെയാണ്. എങ്കിലും സാമുദായികമായി വടക്കൻ തിരുവിതാംകൂറിലുള്ള ഈഴവർ അനുഭവിച്ചു വരുന്ന സങ്കടങ്ങളുടെ കാഠിന്യം തിരുവനന്തപുരം മുതലായ തെക്കൻ തിരുവിതാംകൂറിലെ താലൂക്കുകളിൽ അധിവസിക്കുന്ന സാധാരണക്കാരായ ഈഴവർക്ക് ശരിയായി അറിയുവാൻ സാധിക്കുന്നില്ല. പാർലമെൻറ്റിൽ ചോദ്യം ചോദിപ്പിക്കുന്നതിനുള്ള ചെലവിലേക്ക് ധനശേഖരം ചെയ്യാൻ ഡോക്ടർ പൽപ്പു വടക്കൻ പറവൂർ സ്വദേശികളായ കുളവേലിൽ കൃഷ്ണൻ വൈദ്യർ മുതലായ ഈഴവ പ്രമാണികളോടുകൂടി ആ താലൂക്കിൽ സഞ്ചരിക്കുമ്പോൾ കുറേ ആളുകൾ കൂടി ഒരു ശവം എടുത്തുകൊണ്ട് വഴിയിൽ കൂടി അവരുടെ നേരെ വന്നു. ഡോക്ടറെയും കൂട്ടരെയും കണ്ടപ്പോൾ ശവം കൊണ്ടുവന്നവർ വഴിമാറണമെന്ന് ആവശ്യപ്പെട്ടു. ശവത്തിനെ ജീവിച്ചിരിക്കുന്നവർക്ക് തീണ്ടലുണ്ട് എന്നാണ് നാട്ടുനടപ്പ്. ജീവിച്ചിരിക്കുന്നവരെ ശവത്തിന് തീണ്ടലുണ്ട് എന്നാണോ ഈ സ്ഥലങ്ങളിൽ നടപ്പ് എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ശവം എടുത്തിരുന്നവർ അതൊരു നമ്പൂതിരിയുടെ ശവമാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും വഴിമാറാൻ ആവശ്യപ്പെട്ടു. ഉത്തര തിരുവിതാംകൂറിലെ ഈഴവർ അയിത്ത നിമിത്തം സാമുദായികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ ദൃഷ്ടാന്തീകരിക്കുന്ന ഈ സംഭവം ഡോക്ടറുടെ ഹൃദയത്തിൽ ഗാഢമായി പതിഞ്ഞു. രാഷ്ട്രീയമായ ബുദ്ധിമുട്ടുകൾ നയിക്കുന്നതിന് വേല ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാമുദായികമായ അയിത്തം മുതലായ അനാചാരങ്ങളുടെ നിവാരണത്തിനും വേല ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യകത പ്രത്യക്ഷപ്പെട്ടു. രാജ്യം മുഴുവൻ സഭകൾ സ്ഥാപിച്ച് സമുദായ അംഗങ്ങളുടെ ഇടയിൽ ഉണർച്ചയും ആത്മാഭിമാനവും സമുദായ ബോധവും ഉണ്ടാക്കുന്നതാണ് ഇതിന് പറ്റിയ പ്രതിവിധി എന്നായിരുന്നു ഡോക്ടറുടെ അഭിപ്രായം. ശ്രീനാരായണ ഗുരുസ്വാമികൾ, കുമാരനാശാൻ, എം ഗോവിന്ദൻ മുതലായവരോടും പ്രതിവിധിയെപ്പറ്റി ആലോചിച്ചു. അവരും സഭകൾ സ്ഥാപിക്കണമെന്നു തന്നെ അഭിപ്രായപ്പെട്ടു. ഈ ആലോചന കാലക്രമേണ പ്രവൃത്തി രൂപത്തിൽ പരിണമിച്ചതാണ് SNDP യോഗം എന്ന പേരിനാൽ ഇപ്പോൾ പരക്കെ അറിയപ്പെട്ടു വരുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. സ്വാമിയുടെ നേതൃത്വത്തിൽ 1074 മുതൽ 11 യോഗക്കാരായി 24 ആളുകൾ ചേർന്ന് അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉത്സവാദി കാര്യങ്ങളെ നടത്തുന്നതിന് സമ്മതിച്ച് ഒരു ഉടമ്പടി എഴുതി രജിസ്റ്ററാക്കി നടന്നു വരികയായിരുന്നു. 1078 ആണ്ട് ധനുമാസം 23 കൂടി ആ യോഗത്തിൻ്റെ ഒരു വിശേഷാൽ യോഗത്തിൽ ഈ യോഗം ഈഴവർക്ക് പൊതുവിൽ മതസംബന്ധവും ലൗകികവുമായ മാർഗങ്ങളിൽ വേണ്ട പരിഷ്കാരം ചെയ്യുന്നതിനായി ഒത്തൊരുമിച്ച് പ്രയത്നിക്കുന്ന ഒരു മഹാജന യോഗമാക്കി ചെയ്യണമെന്നും സ്വജാതിയിൽ എല്ലായിടത്തുമുള്ള യോഗ്യന്മാരെ ഇതിൽ അംഗങ്ങളാക്കി ചേർത്ത് ഈ യോഗം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത് അഭിവൃദ്ധിയിൽ കൊണ്ടുവരണമെന്നും തീർച്ചയാക്കി. അപ്രകാരം ഒരു പുതിയ നിയമം എഴുതുകയും ഗവൺമെൻറ് അനുവാദം വാങ്ങി 1078 ഇടവം 2 അരുവിപ്പുറം ക്ഷേത്രയോഗത്തെ SNDP യോഗം എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനമായി സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ക്ഷേത്രയോഗത്തിൽ നിന്നാണ് യോഗത്തിൻ്റെ ഉത്ഭവം. മതത്തിൻ്റെ അപേക്ഷ കൂടാതെ സഭ സ്ഥാപിക്കണമെന്ന് ഡോക്ടർ ആദ്യം ആലോചിച്ചു. ഒടുവിൽ മതത്തോട് സംബന്ധിച്ച് തന്നെ സ്ഥാപിക്കാമെന്ന് തീർച്ചയാക്കി. വിവേകാനന്ദ സ്വാമികളുമായിട്ടുള്ള പരിചയത്തിൽ നിന്ന് ഇന്ത്യൻ ജനതയെ ഉയർത്താനുള്ള വേലകളെല്ലാം മതസംബന്ധമായ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായം ഡോക്ടർ പൽപ്പു സ്വീകരിച്ചിരുന്നു. ഡോക്ടർ പൽപ്പുവിൻ്റെ സ്നേഹിതനും സഹപാഠിയും അബ്രാഹ്മണ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന മദ്രാസിലെ ഡോക്ടർ നായർ യോഗം സ്ഥാപിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം മദ്രാസിൽ വച്ച് ഡോക്ടർ പൽപ്പുവിനെ കണ്ടപ്പോൾ മതത്തിന് പ്രാധാന്യം കൊടുത്ത് യോഗം സ്ഥാപിച്ചത് എന്തിനാണെന്ന് ഡോക്ടർ പൽപ്പുവിനോട് ചോദിച്ചു. വളരെ കാലമായി മതവിശ്വാസത്തോടു കൂടി ജീവിച്ച് സ്വഭാവം ഉറച്ചുപോയ ഒരു സമുദായത്തെ പരിഷ്കൃതമായ മതവിശ്വാസങ്ങളിൽ കൂടി നയിച്ചെങ്കിലല്ലാതെ അവരുടെ മേൽ പ്രേരണാശക്തി കിട്ടുകയില്ലെന്നും മതം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യപരിപാടി സ്വീകരിച്ചാൽ ഭൂരിപക്ഷം ജനം പിന്നെയും ബ്രാഹ്മണ മതത്തിൽ തന്നെ ചെന്നു ചേരുമെന്നും അങ്ങനെ പോയി ചേർന്നാൽ വീണ്ടും അവരെ പിടികിട്ടാൻ പ്രയാസമാവും, പിടികിട്ടിയാൽ തന്നെ അവർ നമ്മെ ഹൃദയപൂർവ്വം വിശ്വസിക്കുക വിഷമവുമാണെന്നും
ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ ഈ മാർഗമാണ് നന്നെന്ന് തോന്നിയെന്നും ഡോക്ടർ പൽപു സമാധാനം പറഞ്ഞു. യോഗ സ്ഥാപനത്തെപ്പറ്റി അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വക നിബന്ധനകളും വിവരണങ്ങളും എന്ന പേരിൽ യോഗത്തിൽ നിന്നും പ്രസിദ്ധം ചെയ്തിട്ടുള്ള റൂൾസിന് 1079 വൃശ്ചികം 10 യോഗം സെക്രട്ടറി എൻ കുമാരനാശാൻ എഴുതി ചേർത്തിട്ടുള്ള മുഖവുരയിൽ നിന്ന് ഒരു ഭാഗം താഴെ ഉദ്ധരിക്കുന്നു. ഡോക്ടർ ഉൾപ്പെടെ യോഗ സ്ഥാപകന്മാരുടെ അഭിപ്രായം പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് ദീർഘമായ ഈ ഭാഗം മുഴുവൻ ഇവിടെ എടുത്തു ചേർത്തിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രാണൻ മതമാകുന്നു. ഇന്ത്യയുടെ പ്രജകളാകുന്ന അംഗോപാംഗങ്ങളെയെല്ലാം ചേഷ്ടിപ്പിക്കുന്നതും അതുതന്നെയാകുന്നു. മതം ന്യായമായി പ്രവർത്തിച്ചപ്പോൾ അതിൽ നിന്നും സിദ്ധിച്ചിട്ടുള്ള ഗുണങ്ങൾ അന്യാദൃശ്യങ്ങളായിരുന്നു. അവയുടെ ശാശ്വതമായ ഫലങ്ങൾക്ക് പക്ഷേ ലോകം മുഴുവനും എപ്പോഴും കടപ്പെട്ടിരിക്കേണ്ടതുമാകുന്നു. എന്നാൽ മതത്തിൻ്റെ അന്യായവും അക്രമവും ആ കയറ്റത്തിൽ നിന്നുണ്ടായ അനിവാര്യങ്ങളായ അനിഷ്ടഫലങ്ങൾക്ക് സംഖ്യയുണ്ടോ? അവ മുൻപറഞ്ഞ ഗുണങ്ങളേക്കാൾ അധികമാണെന്ന് കൂടി പറവാൻ നാം ചിലപ്പോൾ സ്വഭാവേന തന്നെ പ്രേരിതന്മാരായി പോകത്തക്കവണ്ണം അത്ര അസഹ്യമായിട്ടുള്ളവയാകുന്നു. ഇന്ത്യയെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യണമെങ്കിൽ മതമാകുന്ന അതിൻ്റെ കൈപ്പിടിയിൽ തൂക്കിയിട്ട് തന്നെ വേണം എന്ന് വന്ദ്യനായ വിവേകാനന്ദ സ്വാമി അവർകൾ മദ്രാസിൽ വെച്ച് ഒരിക്കൽ ഒരു വാചാപ്രസംഗത്തിൽ പ്രസ്താവിച്ചിരുന്നു. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു ഉപദേശം ഇന്ത്യയിലെ പരിഷ്കാരന്മാർക്കോ പരിഷ്കരണ സമാജങ്ങൾക്കോ പ്രതീക്ഷിപ്പാൻ പാടില്ലാത്തതാകുന്നു. കുറേ കാലമായി മദ്രാസ്, ബോംബെ ഈ നഗരങ്ങളിലും മറ്റും നടന്നു വരുന്ന ഒരു സമുദായ പരിഷ്കരണ സംഘത്തെ, ദ സോഷ്യൽ റിഫോം സൊസൈറ്റിയെക്കുറിച്ച് നാം കേൾക്കുന്നുണ്ട്. അതിൻ്റെ നിയമങ്ങളും നടപടികളും സദാചാര തൽപരനായ ഏത് വിദ്വാൻ്റെ ഹൃദയത്തെയാണ് മോഹിപ്പിക്കാത്തത്? കുറേ കാലമായി ഇന്ത്യയുടെ പല പ്രധാന ഭാഗങ്ങളിലും ഒരു ഭാരത മഹാജനസഭ, ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആണ്ടുതോറും കൂടാറുള്ളതായും നാം അറിയുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശ്യങ്ങൾ എത്ര ഉത്കൃഷ്ടങ്ങളും അതിൻ്റെ പ്രവർത്തകന്മാർ എത്ര യോഗ്യന്മാരുമായിരിക്കുന്നു. എന്നാൽ ഈ സംഘത്തിലോ സഭയിലോ നിന്ന് ഇന്ത്യക്ക് പറയത്തക്കവണ്ണം എന്ത് ഗുണം സിദ്ധിച്ചിട്ടുണ്ട്? വന്ദ്യരായ രാംമോഹൻ റോയ്, കേശവചന്ദ്ര സെൻ ഈ മഹാപുരുഷന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ബ്രഹ്മസമാജത്തിലോ ബ്രഹ്മശ്രീ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജത്തിലോ നിന്ന് ബംഗാളും ഹിന്ദുസ്ഥാനും മുതലായ പ്രദേശങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്ന അനവധി ഗുണങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ അവ തുലോം തുച്ഛമായി പോകുന്നു. പക്ഷെ അവയെ താരതമ്യപ്പെടുത്തുന്നത് തീരെ അസാമാന്യങ്ങളായ രണ്ട് പദാർത്ഥങ്ങളെ പരസ്പരം സാമ്യപ്പെടുത്തുന്നതിന് തുല്യമാകുന്നു. ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരോട് കാട്ടിവന്നിരുന്ന അനീതികൾക്കും അക്രമങ്ങൾക്കും കണക്കുണ്ടോ? ഈ 20-ാം നൂറ്റാണ്ടിലും മലയാള ദേശങ്ങളിൽ ശേഷിച്ചു കിടക്കുന്ന ദയനീയമായ ജാതി സ്പർദ്ധയെയും ഉയർന്ന ജാതിക്കാരായി വിചാരിക്കപ്പെടുന്ന ചിലർ അപ്രകാരമല്ലാത്തവരോട് കാണിച്ചു വരുന്ന മനുഷ്യോചിതമല്ലാത്ത ക്രൂരതയെയും കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് ഇതിന് വേറെ തെളിവുകൾ ആവശ്യമില്ലല്ലോ. കഷ്ടം. ഇപ്പോഴും ഇത്ര അസഹനീയമാണെങ്കിൽ പുരുഷാന്തരങ്ങൾക്ക് മുൻപേ ഇതെത്ര അസഹനീയമായിരുന്നിരിക്കണം. ചുരുക്കത്തിൽ ഇന്ത്യയിലെ, വിശേഷിച്ചും മലയാളത്തിലെ താഴ്ന്ന ജാതിക്കാരോട് ഉയർന്ന ജാതിക്കാർ കാണിച്ചിരുന്ന പരമദ്രോഹങ്ങളെക്കുറിച്ച് ഇപ്പോൾ നാം വിചാരിക്കുന്നതായാൽ അമേരിക്കയിലെ ആദ്യ നിവാസികളോട് സ്പെയിനിലെ കഠിനഹൃദയന്മാരായ ഘാതകന്മാർ കൂടിയും ഇത്ര കഠിനതകൾ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് പറഞ്ഞാൽ അബദ്ധമില്ലെന്ന് തോന്നുന്നു. മലയാളത്തിൽ മിക്കവാറും അധികം താഴ്ന്ന ജാതിക്കാർ ക്രമേണ മനുഷ്യ സഹവാസവും മനുഷ്യ സംഭാഷണവും മനുഷ്യ ദർശനവും തന്നെയും വെടിഞ്ഞ് എല്ലാം കാട് കയറുകയും നിശ്ചലമായും ഇതിനിടയിൽ ഡാർവിൻ എന്ന സായിപ്പിൻ്റെ സിദ്ധാന്തത്തെ കൂടിയും തെറ്റിച്ച് പ്രായേണ മൃഗങ്ങളായിത്തീരുകയും ചെയ്യുമായിരുന്നു.